إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ ഏത് അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാണ്. പ്രിയമുള്ളവരെ, ചില ആളുകളുണ്ട്, നമ്മളവരെ കുറിച്ച് പറയാറുണ്ട്, അവൻ എന്തൊരു മനുഷ്യനാണ്, അവൻ എന്തൊരു തൊലിക്കട്ടിയാണ്, എന്തൊരു മനക്കരുത്താണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? എന്നാൽ അവരെ കുറിച്ച് ഖുർആനും പറയുന്നുണ്ട്, ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. എങ്ങനെ? പാറയെ പോലെ അല്ല, അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലേക്ക് നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത, എന്ത് പറഞ്ഞാലും കേൾക്കാത്ത, കാണാത്ത, ചിന്തിക്കാത്ത ചില ആളുകൾ, അവരോടായി മഹാനായ ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്ന ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹം പറയാണ്, നീ നന്നാവണം, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണം നീ നന്നാവണം. എങ്ങനെയാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നന്നാവുക? തൻ്റെ ജീവിതത്തിൽ അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട്, ആ അനുഗ്രഹങ്ങളെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഭയാനകമായ ആ പ്രയാസങ്ങളെ ഓർത്തുകൊണ്ട്, അതിലൊന്നും അള്ളാഹു എന്നെ കൊണ്ടിട്ടില്ലല്ലോ, അതിൽ നിന്നെല്ലാം അള്ളാഹു എന്നെ സംരക്ഷിച്ചല്ലോ എന്ന മനസ്സോടുകൂടി അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നന്നാവുക. പക്ഷെ അതെല്ലാവരെ കൊണ്ടും സാധിച്ചോളണമെന്നില്ല. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നന്നാവുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉന്നതമായൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതെല്ലാവരെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല. കാരണം എന്താണെന്നറിയോ? ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തന്നെയാണ് അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവൻ. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നന്ദികേട് കാണിക്കുന്നവൻ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നന്നാവുക എന്നുള്ളത് എല്ലാ മനുഷ്യരെ കൊണ്ട് സാധിച്ചോളണമെന്നില്ല. അങ്ങനെയുള്ളവർക്കായി രണ്ടാമതായി ഒരു ഓപ്ഷൻ എന്നോണം അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തെ ആഗ്രഹിച്ച് നന്നാവണം. നമുക്കറിയാം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു ശരീരം അനുഭവിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അത്രയും സുഖാനുഭൂതികൾ നിറഞ്ഞ ആ ഒരു സ്വർഗലോകം, അതിനുവേണ്ടി നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിനോടുള്ള അതിയായ മോഹം കാരണം, ആഗ്രഹം കാരണം നീ നന്നാവണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് സാധിക്കാത്ത ആളുകൾ ഉണ്ടാവും, അല്ലേ? അങ്ങനെയുള്ളവർക്കായി അവസാനത്തെ ഒരു പിടിവള്ളി എന്നോണം
അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് സ്വർഗത്തെ ആഗ്രഹിച്ച് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ നരകത്തെ പേടിച്ച് നന്നാവണം. നരകത്തിന്റെ ആ ഭയാനകമായ ആ ശിക്ഷകളെ ഓർത്തുകൊണ്ട്, ആ പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് നീ നന്നാവണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ആ നരകത്തെ പേടിച്ച് നന്നാവാൻ സാധിക്കാത്ത ആളുകളുണ്ടോ ഈ ഭൂമി ലോകത്ത്? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോട് അദ്ദേഹം അവസാനമായി പറയുന്നുണ്ട്, നിനക്ക് നരകത്തെ പേടിച്ചുകൊണ്ട്, ആ നരകത്തിന്റെ ശിക്ഷകളെ പേടിച്ചുകൊണ്ട് നിനക്ക് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ മനസ്സിലാക്കണം നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണെന്ന്, നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ് നീ എന്ന് മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ദൈവത്തോട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് നന്നാവാൻ സാധിക്കാത്ത, സ്വർഗാഗ്രഹം കൊണ്ട് നന്നാവാൻ സാധിക്കാത്ത ആളുകൾക്ക് പണ്ഡിതന്മാർ വെക്കുന്ന അവസാനത്തെ ഒരു വഴിയാണ് നരകം എന്നുള്ളത്. നരകത്തെ പേടിച്ച് നന്നാവുക എന്നുള്ളത്. ആ നരകത്തെ പേടിച്ചുകൊണ്ടും അയാൾക്ക് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ അയാൾക്ക് നന്നാവാൻ കഴിയില്ല എന്നുള്ളതാണ്. നരകം എന്തുകൊണ്ടാണ് നരകം ഒരു അവസാന വഴിയായത്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏതെങ്കിലും ഒരു തരത്തിൽ മോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഖുർആൻ വരെ വെക്കുന്ന അവസാനത്തെ വഴിയാണ് നരകം എന്നുള്ളത്. ആ നരകചിന്ത പോലും അയാളെ നന്നാക്കുന്നില്ല എങ്കിൽ പിന്നെ അയാളെ കൊണ്ട് നന്നാവാൻ കഴിയില്ല എന്നുള്ളതാണ്. അയാളെ കൊണ്ട് നന്നാവാൻ പറ്റൂല എന്നുള്ളതാണ്. കാരണം ആ നരകം അത്രക്ക് ഭയാനകമാണ്. ആ നരകത്തെ കുറിച്ച് ഒരു മുസ്ലിം അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഒന്നാമതായി പറയാനുള്ളത് ആ നരകം കാണുന്നത് തന്നെ ശിക്ഷയാണെന്നുള്ളതാണ്. നരകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല, നരകം കാണുന്നത് തന്നെ ശിക്ഷയാണെന്നുള്ളതാണ്. ഏതുപോലെയെന്നറിയോ? തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കഴുത്തിലേക്ക് ആ കയറ് മുറുകുന്നതിനേക്കാൾ ഭയാനകമായിരിക്കും അതിന് തൊട്ടു മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ. അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അയാളുടെ സ്വപ്നം അതായിരിക്കും. അയാളുടെ നടത്തത്തിലും കിടത്തത്തിലും ഇരുത്തത്തിലും സദാസമയവും അയാളുടെ ഹൃദയം ഇങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കും. അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കുക തന്റെ കഴുത്തിലേക്ക് ചുറ്റപ്പെടുന്ന ആ കയറിനെ പറ്റിയായിരിക്കും. തലവെട്ടാൻ കൊണ്ടുവന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവരെ കണ്ട ആളുകൾ പറയാറുണ്ട്, അയാളോട് ഇരിക്കാൻ പറഞ്ഞാൽ അയാളോട് കിടക്കും, അയാളോട് നടക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കും, ചത്ത പോലെ ആയിരിക്കും. കൈകാലുകളൊക്കെ കുഴഞ്ഞിട്ടുണ്ടാവും. കാരണം അയാളുടെ തലച്ചോറത്രക്ക് തളർന്നിട്ടുണ്ടാവും, തളർന്ന് തരിപ്പണായിട്ടുണ്ടാവും. കാരണം അയാൾ തന്റെ ശിക്ഷയാണ് മുന്നിൽ കാണുന്നത്, തന്റെ മരണത്തെയാണ് അയാൾ മുന്നിൽ കാണുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കല് പുലർച്ചെ സമയത്താണ്. അതിന് ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും കൂട്ടത്തിലൊന്നായി പറയുന്നതാണ് അധികം ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. രാവിലെ എഴുന്നേറ്റ ഉടനെ ആ കാര്യം വേഗം തീർക്കുകയാണ്. ഒരു മാനസിക പരിഗണനയാണ്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. കാരണം തലേ ദിവസം രാത്രി തന്റെ കഴുത്തിലേക്ക് ചുറ്റപ്പെടുന്ന ആ കയറിനെ പറ്റി അയാൾ ചിന്തിച്ചുകൊണ്ട് 1000 തവണ അയാൾ തൂക്കിക്കൊല്ലപ്പെട്ടിട്ടുണ്ടാവും. റിപ്രചന്ദ്രന്റെ അവസാന നാളുകളെ പറ്റി പറയുന്നുണ്ട്. നിലവിളിച്ച് കരയ, ആർത്തട്ടഹസിച്ച് കരയ. എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാരണം താൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയെയാണ് അയാൾ മുന്നിൽ കാണുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് വെച്ച് നരകവാസികൾക്ക് വരാനുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തകാസുറിന്റെ അവസാന 2 ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. لترون الجحيم ثم لترونها عين اليقين. ആ നരകത്തെ നിങ്ങൾ കാണുന്നതാണ്. ആ നരകത്തെ വ്യക്തമായ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുന്നതാണ്. ആ നരകത്തെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്? യുബസ്വറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി. യുബസ്വറൂനഹും, അന്നവരത് കാണുന്നതാണ്. യവദ്ദുൽ മുജ്രിമു, അന്നൊരു കുറ്റവാളി ആഗ്രഹിക്കുകയാണ്, വിചാരിക്കുകയാണ്, ലൗ യഫ്തദി, എനിക്കൊന്ന് ഇളവ് നൽകി കിട്ടിയിരുന്നെങ്കിൽ, എനിക്കൊന്ന് ശിക്ഷ ലഘൂകരിച്ച് കിട്ടിയിരുന്നെങ്കിൽ, മിൻ അദാബി യൗമിഇദിൻ ബിബനീഹി, എന്റെ മകനെ ഞാൻ പകരം നൽകാം, വസാഹിബതിഹി വഅഖീ, എന്റെ കൂട്ടുകാരനെയും എന്റെ സഹോദരനെയും ഞാൻ പകരം നൽകാം, വഫസീലതിഹി അല്ലതി തുവീ, ഞാൻ സമാധാനമടഞ്ഞ എന്റെ പ്രിയപ്പെട്ടവളെയും ഞാൻ പകരം നൽകാം, വമൻ ഫിൽ അർളി ജമീഅ, ഈ ദുനിയാവിലുള്ള സകലവരെയും ഞാൻ പകരം നൽകാം, സുമ്മ യുൻജി, എന്നിട്ട് ഞാനൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയിരുന്നെങ്കിൽ, ഈ ഭൂമി ലോകത്തുള്ള സകല മനുഷ്യരെയും ആ നരകാഗ്നിയിലേക്ക് ഇട്ടതിന് ശേഷം പകരം എനിക്കൊന്ന് രക്ഷ നൽകി കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഓരോ നരകവാസിയും ആഗ്രഹിക്കുന്നതാണ്, വിചാരിക്കുന്നതാണ്.
പ്രിയപ്പെട്ടവരെ, ഹാദിഹിന്നാർ അല്ലതീ കുൻതും ബിഹി തുകദ്ദിബൂൻ, ഇതാണ് ആ നരകം, നിങ്ങൾ നിഷേധിച്ച് തള്ളിയ ആ നരകം, നിങ്ങൾ കെട്ടുകഥയാണെന്ന് പറഞ്ഞുണ്ടാക്കിയ നരകം. എന്നിട്ട് അവരോടായി പറയുകയാണ്, അഫസിഹ്റുൻ ഹാദാ അം അൻതും ലാ തുബ്സിറൂൻ, അഫസിഹ്റുൻ ഹാദാ, ഇത് മായാജാലമാണോ, ഇത് കെട്ടുകഥയാണോ, ഇത് ഇല്ലാത്തതാണോ, അതെല്ലാം അവർ കാണുന്നില്ലേ? ഇസ്ലൗഹാ ഫസ്ബിറൂ ഔ ലാ തസ്ബിറൂ, നിങ്ങൾ അതിൽ കിടന്നെരിഞ്ഞു കൊള്ളുക, നിങ്ങൾ ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളുക. സവാഉൻ അലൈക്കും, അവ രണ്ടും നിങ്ങൾക്ക് സമമാണ്. وجيء يومئذ بجهنم يومئذ يتذكر الإنسان يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي. ആ നരകത്തെ അങ്ങോട്ട് കൊണ്ടുവരപ്പെടുമ്പോൾ മനുഷ്യൻ യഥാർത്ഥ ഓർമ്മയെന്ന് ഓർമ്മിക്കുന്നതാണ്, യഥാർത്ഥ ചിന്തയൊന്ന് മനുഷ്യന്റെ തലച്ചോറിലേക്ക് വരുന്നതാണ്. അന്നേ ദിവസം പടച്ചറബ് ശിക്ഷിക്കുന്നത് പോലെ മറ്റൊരാളും ശിക്ഷിക്കുന്നതല്ല. അന്നേ ദിവസം പടച്ചറബ് പിടിക്കുന്നത് പോലെ മറ്റൊരാളും പിടിക്കുന്നതുമല്ല. നരകം കാണുന്ന രംഗത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നരകം കാണുന്നത് തന്നെ ശിക്ഷയാണെന്നുള്ളതാണ്. അതുപോലെ രണ്ടാമതായി പറയാനുള്ളതാണ് നരകത്തിലെ തീയിനെ കുറിച്ച്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നരകത്തിലെ തീയിന് ദുനിയാവിലെ തീയിനേക്കാൾ 70 ഇരട്ടി ശക്തി കൂടുതലാണ് എന്നുള്ളത്. റസൂലിന്റെ മുന്നിൽ ഇരിക്കുന്ന സഹാബത്തിന് പ്രവാചകൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കായിരുന്നെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ശാസ്ത്രത്തിന്റെ അകമ്പടി വേണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തെളിവുകൾ വേണമെന്നോ ഉണ്ടായിരുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ആ മൊഴിമുത്തുകൾ അവരുടെ ഹൃദയങ്ങളിലേക്കായിരുന്നു സ്വീകരിച്ചിരുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും വേണ്ട എന്നുണ്ടെങ്കിലോ, ഇന്ന് നമ്മുടെ മുന്നിൽ ധാരാളം തെളിവുകളുണ്ട്. നമുക്കറിയാം, തീയിനേക്കാൾ ചൂട് കൂടിയ, തീയിനേക്കാൾ ശക്തി കൂടിയ അവസ്ഥകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾക്ക് തീയിനേക്കാൾ ചൂടുണ്ട് എന്നത് നമുക്കറിയാം. ലാവകൾക്കും മാഗ്മകൾക്കും തീയിനേക്കാൾ ശക്തി കൂടുതലാണ് എന്ന് നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നരകത്തെക്കുറിച്ച് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, ഇല്ലാ ഹമീമൻ വഅസ്സാഖ, ഇല്ലാ ഹമീമൻ വഅസ്സാഖ, അതികഠിനമായ ചൂടും അതികഠിനമായ ശൈത്യവുമാണ് നരകത്തിൽ ഉണ്ടായിരിക്കുക എന്ന്. സൗരയൂഥത്തിൽ നിന്ന് 1000 പ്രകാശവർഷം അകലെ 121 K21 41b എന്ന് പറയുന്ന ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്. ആ ഗ്രഹത്തെ ശാസ്ത്രലോകം ഹെൽ പ്ലാനറ്റ് എന്നാണ് വിളിക്കുന്നത്. അതാണ് നരകം എന്നല്ല പറഞ്ഞു വരുന്നത്. ശാസ്ത്രലോകം ആ ഗ്രഹത്തെ ഹെൽ പ്ലാനറ്റ് അഥവാ നരകഗ്രഹം എന്നാണ് അറിയിക്കുന്നത്. കാരണം അതിന്റെ ഒരു ഭാഗത്ത് 100 കിലോമീറ്ററോളം 100 മൈലോളം അതികഠിനമായ തീയിനാൽ ഉണ്ടാക്കപ്പെട്ട ഒരു കടലാണ്, തീയിനാലുണ്ടാക്കിയ കടലാണ്. മറുഭാഗത്ത് അതികഠിനമായ ശൈത്യത്താൽ ഉറഞ്ഞു കിടക്കുന്ന ഭാഗവുമാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമായി നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇടതുപക്ഷത്തിന്റെ ആളുകൾ, ഇടതുഭാഗത്തിന്റെ ആളുകൾ അവർ എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? ഫീ സമൂമിൻ വഹമീം വളില്ലിൻ മിൻ യഹ്മൂം ലാ ബാരിദിൻ വലാ കരീം. കത്തിജ്വലിക്കുന്ന അഗ്നിയിലായിരിക്കും അവരുണ്ടായിരിക്കുക, പുക കൊണ്ടുള്ള തണലിലായിരിക്കും അവരുണ്ടായിരിക്കുക. ലാ ബാരിദിൻ വലാ കരീം, ആ തണലിൽ തണുപ്പോ അല്ലെങ്കിൽ മാന്യതയോ ഉണ്ടായിരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ വാക്കുകളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആ നരകാഗ്നിയിൽ നിന്നും കാത്തുകൊള്ളുക. എങ്ങനെയുള്ള നരകമാണത്? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലിനെയുമാണ്. മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കിയിട്ടുള്ള ആ നരകാഗ്നിയിൽ നിന്നും നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കാത്തുകൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമതായി പറയാനുള്ളത് ആ നരകത്തിന്റെ ആഴത്തെക്കുറിച്ചാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ആ ഒരു കല്ല് നരകത്തിന്റെ മുകളിൽ നിന്നും അതിന്റെ അടിത്തട്ടിലേക്ക് ഇടുകയാണെങ്കിൽ
എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അത് നിലത്ത് പതിക്കുക എന്നുള്ളത്. മാത്രവുമല്ല, എണ്ണമറ്റ മനുഷ്യർ ആദം നബി അലൈഹിസ്സലാം മുതൽ അവസാനം ജനിക്കാനിരിക്കുന്ന ഖിയാമത്ത് നാളിൽ അവസാനമായി ജനിക്കാനിരിക്കുന്ന മനുഷ്യൻ വരെ ഒരു വലിയ ജനവിഭാഗം ജിന്നുകളെയൊക്കെ നരകത്തിലേക്ക് ഇട്ടതിന് ശേഷം നരകവാസികളെ മുഴുവനായി നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, നീ നിറഞ്ഞു കഴിഞ്ഞോ, നിനക്ക് മതിയായോ എന്ന് അല്ലാഹു ആ നരകത്തോട് ചോദിക്കുമ്പോ ആ നരകം അല്ലാഹുവിനോട് തിരിച്ചു ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ, ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഞാൻ പ്രവിശാലമാണ്. സഹോദരങ്ങളെ, ഇത് ഭയാനകമാണ്. അതുപോലെ തന്നെ നാലാമതായി പറയാനുള്ളതാണ് ആ നരകത്തിന്റെ പാറാവുകാരെ കുറിച്ച്. നരകത്തിൽ പാറാവുകാരുണ്ട്, നരകത്തിൽ കാവൽക്കാരുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, യുരീദൂന അയ്യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ വലഹും അദാബും മുഖീം. ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ അവർ ഉദ്ദേശിക്കുന്നതാണ്, ആ നരകത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ അവർ ശ്രമിക്കുന്നതാണ്. വമാ ഹും ബിഖാരിജീന മിൻഹാ, ആ നരകത്തിൽ നിന്ന് ഒരിക്കലും അവർക്ക് പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നതല്ല. വലഹും അദാബും മുഖീം, നിലനിൽക്കുന്ന ശിക്ഷ അവർക്കുണ്ട്. എന്താണ് അവർ നരകത്തിൽ നിന്നും പുറത്തേക്ക് കടക്കാതിരിക്കാനുള്ള കാരണം? അലൈഹാ മലായികത്തുൻ ഇലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ആ നരകത്തിന് കാവൽക്കാരായിക്കൊണ്ട് ഇലാദുൻ ശിദാദ്, ഭരിക്കന്മാരായ ശക്തന്മാരായ മലക്കുകളെ അല്ലാഹു കാവൽ നിർത്തിയിട്ടുണ്ട്. ആ മലക്കുകൾക്ക് ഒരിക്കലും കാരുണ്യം ഉണ്ടായിരിക്കുന്നതല്ല, ആ മലക്കുകൾ ഒരിക്കലും ചിരിക്കണമെന്നില്ല, ആ മലക്കുകളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു വാക്ക് നരകവാസികൾക്ക് കേൾക്കാൻ സാധിക്കുന്നതല്ല. സഹോദരങ്ങളെ, ആ നരകവാസികൾ കാവൽക്കാരായ മലക്കുകളുടെ നേതാവായ മാലിക് എന്ന മലക്കിനോട് വിളിച്ച് സഹായം തേടുന്ന ഒരു രംഗം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, നരകവാസികൾ വിളിക്കുന്നതാണ്, വനാദൗ യാ മാലിക്, ഏ മാലിക്കേ, മാലിക് എന്ന മലക്കേ, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ ശുപാർശ ചെയ്യണം, താങ്കളുടെ രക്ഷിതാവിനോട് ഞങ്ങളുടെ കാര്യം പറയണം. എന്താണ് പറയേണ്ടത്? ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കാനല്ല, ഞങ്ങൾക്കൊന്ന് ശിക്ഷ ലഘൂകരിച്ചു തരാനല്ല, പിന്നെ എന്താണ്? ഞങ്ങളെ ഒന്ന് മരിപ്പിക്കാൻ വേണ്ടി ആ നരകമെന്ന ആ ഭയാനകമായ ലോകത്തിൽ നിന്നും, നരകമെന്ന ഭയാനകമായ ആ ലോകത്തിൽ നിന്നും മരണമെന്ന വലിയ കാരുണ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി താങ്കൾ പറയണേ, താങ്കൾ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിന്റെ മറുപടി ആയിക്കൊണ്ട് അവിടുന്ന് പറയുകയാണ്, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾക്കൊരിക്കലും മരണമില്ല, നിങ്ങളൊരിക്കലും മരിക്കുന്നതല്ല. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, നിങ്ങൾക്കിവിടെ ജീവിതവുമില്ല മരണവുമില്ല. നരകത്തിലെ വേദനകൾ സഹിക്കാൻ വയ്യാതെ അവര് നരകവാസികള് മലക്കിനോട് പറയുന്നതാണ്, ഒന്ന് മരിപ്പിച്ചാ മതി, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അല്ലേ, ദുനിയാവില് ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ പറയാറുണ്ട്, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. അല്ലേ, ഇവിടെ മരിക്കാൻ വലിയ പണിയൊന്നുമില്ല. അള്ളാഹു എല്ലാവർക്കും മരണം എഴുതിയിട്ടുണ്ട്. എന്നാൽ നാളെ പരലോകത്ത് വെച്ച് ഒരാൾക്കും മരണം എന്നൊരു സംഭവമേ ഉണ്ടാവുന്നതല്ല എന്നുള്ളതാണ്. സ്വഹീഹായ ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നരകവാസികൾ നരകത്തിലും സ്വർഗവാസികൾ സ്വർഗത്തിലും പോയി കഴിഞ്ഞാൽ അള്ളാഹു നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടയിലേക്ക് മരണത്തെ കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ വെച്ച് ആ നരകത്തെ അങ്ങോട്ട് അറുത്ത് കളയും. പിന്നെ അവിടുന്ന് മരണം എന്നൊരു ആശയം പോലുമില്ല എന്നുള്ളതാണ്. പിന്നീട് അഞ്ചാമതായി പറയാനുള്ളത് നരകത്തിലെ ഭക്ഷണപാനീയങ്ങളെ കുറിച്ചാണ്. നരകത്തിൽ ഭക്ഷണപാനീയങ്ങളുണ്ട്. അത് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുമുണ്ട്. അള്ളാഹു പറയുകയാണ്, ഇന്ന ശജറത സഖൂം തആമുൻ അസീം യഗ്ലി ഫിൽ ബുതൂൻ ജഅലൽ ഹമീം. ഇന്ന ശജറത സഖൂം, സഖൂം എന്നൊരു മരത്തെ പറ്റി. ആ സഖൂം എന്ന മരത്തിന്റെ കായ്കനികൾ തിന്നു കഴിഞ്ഞാൽ അത് വയറ്റിലിങ്ങോട്ട് കടന്ന് തിളക്കുന്നതാണ്. ജഅലൽ ഹമീം, ഇരുമ്പ് തിളക്കണ പോലെ, ടാറ് തിളക്കണ പോലെ ആ മരത്തിന്റെ സഖൂം എന്ന വൃക്ഷത്തിന്റെ കായ്കനികൾ തിന്നു കഴിഞ്ഞാൽ അത് വയറ്റിലിങ്ങോട്ട് കടന്ന് തിളക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരിയ, ദരിയ എന്ന് പറയുന്ന മറ്റൊരു മരം.
അത് അവർക്കൊരിക്കലും പോഷണമോ അല്ലെങ്കിൽ വിശപ്പടക്കലോ ഉണ്ടാക്കുകയില്ല. അവർക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അതുപോലെ നരകത്തിലെ രണ്ട് പാനീയങ്ങളെ കുറിച്ചും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തിളച്ചു മറിയുന്ന ഒരു അരുവിയിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടും. അവർക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവരുമ്പോ ആ ചൂടിന്റെ തീവ്രത കാരണം അവർ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോ അവരുടെ തലക്ക് മുകളിലൂടെ ആ തിളച്ചു മറിയുന്ന വെള്ളം, ആ അഗ്നി, ലാവ, അത് അവരുടെ തലക്ക് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. അത് അവരുടെ ശരീരത്തെ മുഴുവനായും ഉരുക്കിക്കളയും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, വേറൊരു പാനീയത്തെ കുറിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വലാ തആമുൻ ഇല്ലാ മിൻ ഉസ്ലീൻ. ഉസ്ലീൻ എന്ന് പറയുന്ന മറ്റൊരു പാനീയമുണ്ട് നരകത്തിൽ. ഉസ്ലീൻ എന്ന് പറയുന്ന ഒരു പാനീയമുണ്ട് നരകത്തില്. നരകവാസികളുടെ തൊലികള് ഉരുക്കിയിട്ട് അതിൽ നിന്നും വരുന്ന ചോരയും ചെലവുമെല്ലാം രൂപീകരിക്കുന്ന ഒരു നദിയുണ്ട് നരകത്തിൽ. ചോരയും ചെലവും നദിയായി മാറിയ ആ വെള്ളത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. ദുർഗന്ധം വമിക്കുന്ന ആ വൃത്തികെട്ട തിളച്ചു മറിയുന്ന ആ പാനീയത്തിൽ നിന്ന് അവരുടെ വായിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, തൊണ്ടയിലൂടെയും വയറ്റിലൂടെയും അത് പുറത്തേക്ക് വരാന്നുള്ളതാണ്. ഇതാണ് നരകവാസികളുടെ ഭക്ഷണപാനീയങ്ങൾ. അവസാനം കുറെ കാലങ്ങൾ കഴിയുമ്പോൾ നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സൂറത്ത് ആറാഫിലൂടെ അള്ളാഹു നമുക്കത് പറഞ്ഞു തരികയാണ്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന അൻ അഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് ഖാലൂ ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. സ്വർഗവാസികളെ വിളിച്ചുകൊണ്ട് നരകവാസികൾ പറയുകയാണ്, ഞങ്ങളിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ചു തരാമോ? അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ നിന്ന് വല്ലതും ഞങ്ങൾക്കൊന്ന് ഒഴിച്ചു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഖാല ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. ഇന്നേ ദിവസം ഈ കാണുന്ന ഭക്ഷണപാനീയങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികൾക്ക് നൽകിയിട്ടുള്ള ഈ ശുദ്ധജലങ്ങളെല്ലാം, സ്വർഗ്ഗവാസികൾക്ക് നൽകിയിട്ടുള്ള ആ എണ്ണമറ്റ അനുഗ്രഹങ്ങളെല്ലാം നരകവാസികൾക്ക്, സത്യനിഷേധികളായ ആളുകൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കത് ഹറാമാക്കിയിട്ടുണ്ട്. അതൊന്നും അവർക്ക് ലഭിക്കുന്നതല്ല. വഹും ഫീഹാ ഖാലിദൂൻ. അവരാ നരകത്തിൽ നിത്യവാസികളായിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, വളരെ ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണിത്. അതുപോലെ ആറാമതായി പറയാനുള്ളത് ആ നരകത്തിലെ ശിക്ഷകളെ കുറിച്ചാണ്. നരകത്തിൽ ഒരുപാട് ശിക്ഷകളുണ്ട്, ഒരുപാട് രൂപത്തിലുള്ള ശിക്ഷകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നുള്ളത് ഒരു അഗ്നിയുടെ ചെരുപ്പ് ധരിക്കുക എന്നുള്ളതാണ്. ആ ചെരുപ്പ് ധരിച്ചു കഴിഞ്ഞാൽ ആ ചെരുപ്പ് ധരിച്ചവന്റെ തലച്ചോറ്, ആ അഗ്നിയുടെ ചെരുപ്പിന്റെ ചൂടിന്റെ തീവ്രത കാരണം അവന്റെ തലച്ചോറ് വരെ തിളച്ചു മറിയുന്നുള്ളതാണ്. അത്ര ഭയാനകമായിരിക്കും ആ നരകത്തിലെ ചെറിയ ശിക്ഷ. അത് ഇട്ടവന്, അത് ധരിച്ചവന് വിചാരിക്കും ആ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണ് എന്നത്. യഥാർത്ഥത്തിൽ അതല്ല, അത് ഏറ്റവും ചെറിയ ശിക്ഷയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ 3 തരത്തിലുള്ള ശിക്ഷകളെ കുറിച്ച് പറയുന്നുണ്ട്. അദാബുൻ അലീം, അദാബുൻ അലീം, അദാബുൻ മുഹീൻ. അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. വേദനയേറിയ ശിക്ഷ എന്ന് പറയാൻ കാരണം, പ്രിയപ്പെട്ടവരെ, ഈ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന വേദനക്ക്, ഉണ്ടാകുന്ന ഒരു മുറിക്ക് പ്രത്യേകതരം വേദനയായിരിക്കും. ബൈക്കിൽ നിന്നൊക്കെ വീണ് കയ്യും കാലും അരഞ്ഞു മുറിയായവർക്കറിയാം. അതിന് വലിയ ആഴൊന്നുമില്ലെങ്കിലും ആ മുറിക്ക് ഭയങ്കര നീറ്റലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന കഫറു ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. നരകവാസികളുടെ തൊലി ഇങ്ങോട്ട് കത്തിത്തീരുമ്പോ പകരം അവർക്ക് വേറൊരു തൊലി അള്ളാഹു കൊടുക്കുകയാണ്. കാരണം തൊലിപ്പുറത്തുള്ള ശിക്ഷ. അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ. അതുപോലെ തന്നെ അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷ, ഭയാനകമായ ശിക്ഷ. ഓരോ ദിവസവും അവരുടെ ശിക്ഷ ഇരട്ടിയായി കൊണ്ടിരിക്കുകയാണ്. ഒരു നരകവാസിക്കും നരകത്തിലെ ഒരു ശിക്ഷയോടും പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇന്നത്തെ ശിക്ഷ ഇതാണെങ്കിൽ നാളത്തെ ശിക്ഷ അതിനേക്കാൾ ഭയാനകമായത്, നാളത്തേത് ഇതാണെങ്കിൽ മറ്റന്നാളത്തേത് അതിനേക്കാൾ ഭയാനകമായത്. അങ്ങനെ ഓരോ ദിവസവും ശിക്ഷകളുടെ കാഠിന്യം കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ് അദാബുൻ അലീം, വമ്പിച്ച ശിക്ഷ എന്നുള്ളത്.
അതുപോലെ തന്നെ അദാബും മുഹീൻ, നിന്ദ്യമായ ശിക്ഷ, അപമാനകരമായ ശിക്ഷ. ദുനിയാവിലെ ആരെങ്കിലും ഒരു എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യരാണ്. അവിടെ പരലോകത്ത് വെച്ച് നരകവാസികളെ മുഖം താഴ്ത്തിക്കെട്ടിക്കൊണ്ടായിരിക്കും വലിച്ചിഴക്കുക എന്ന് പറയപ്പെടുന്നുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ ഒരു നിന്ദ്യതയായിരിക്കും പ്രിയപ്പെട്ടവരെ. കൈകാലുകളെല്ലാം ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് നരകത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. അതുപോലെ അവസാനമായി പറയാനുള്ളത് ആ നരകത്തിലുള്ള ആളുകളുടെ രൂപത്തെക്കുറിച്ചാണ്. ആ നരകവാസികളുടെ രൂപത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അയാളുടെ ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലേക്ക് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വഴിയാത്രക്കാരന്റെ 3 ദിവസത്തെ വഴിദൂരമുണ്ട് എന്നുള്ളതാണ്. അത്രയും വലിയ ശരീരം അള്ളാഹു നരകവാസികൾക്ക് കൊടുക്കുമെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണത്? ആ നരകത്തിലെ ശിക്ഷകളെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ആ നരകത്തിലെ ശിക്ഷകളെ വളരെയധികം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അയാളുടെ തൊലിക്ക് 40 മുഴം കട്ടിയുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ പല്ലിന് ഉഹുദ് മലയോളം വലുപ്പമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊന്നും ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളൊന്നല്ല, ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന സംഗതികളൊന്നല്ല, യാഥാർത്ഥ്യങ്ങളാണ്, പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. നരകത്തിലേക്ക് കൊണ്ടുപോകപ്പെടുന്ന മനുഷ്യരെ അള്ളാഹു ഈ തരത്തിലുള്ള രൂപങ്ങൾ നൽകിയിട്ടായിരിക്കും കൊണ്ടുപോകുക. ഈ രൂപങ്ങൾ നൽകിയിട്ടാണ് പ്രിയപ്പെട്ടവരെ പരസ്പരം ചങ്ങലകളാൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും നരകത്തിലേക്ക് അവരെ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ നരകവാസികളായ ആളുകളിൽ നിന്ന്, ഈ നരകത്തിന്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനിവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞ ആ ഒരു ഉപദേശം, നരകവാസികൾ നരകത്തെപ്പറ്റി ഓർത്തുകൊണ്ടും നരകത്തിന്റെ ഭയാനകമായ ആ ശിക്ഷകളെ ഓർത്തുകൊണ്ട് നിനക്ക് നന്നാവാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടൊരു സൃഷ്ടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി ഇവിടെ പറയുകയുണ്ടായി. സഹോദരങ്ങളെ, നരകത്തെ പറ്റി പറയുമ്പോഴും നമ്മുടെ കണ്ണുകൾ താഴുകയാണ്, നമ്മുടെ ശ്രദ്ധകൾ മാറുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടായിരിക്കും, എന്ത് പറയുമ്പോഴായിരിക്കും നമുക്ക് നന്നാവാൻ സാധിക്കുക, എന്ത് പറയുമ്പോഴായിരിക്കും നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ശരിക്കും സത്യത്തിൽ നമ്മുടെ ഈമാനിനെ നാം ഒന്ന് പുനർപരിശോധന ചെയ്യേണ്ടതുണ്ട്. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന എല്ലാ വഴികളെയും നാം തടഞ്ഞു നിർത്തേണ്ടതുണ്ട്. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട് എങ്കിൽ അവരോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നരകത്തിൽ വെച്ച് നരകവാസികൾ തമ്മിൽ നടക്കുന്ന ചില സംഭാഷണങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ വൈലത ലൈതനി ലം അത്തഖിദ ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈതാനു ലിൽ ഇൻസാനി ഖദൂല. ഒരു നരകവാസി തന്റെ കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നതാണ്, അവനാണ് എന്നെ നരകത്തിലേക്ക് ക്ഷണിച്ചത്, അവനാണ് ഞാൻ നരകത്തിലേക്ക് വരാൻ കാരണം. അവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് ബോധോദയം ലഭിച്ചിട്ടും അവനാണ് എന്നെ നരകത്തിലേക്ക് ക്ഷണിച്ചത്, നരകത്തിന്റെ വഴിയിലേക്ക് ക്ഷണിച്ചത് എന്ന് ഒരു നരകവാസി തന്റെ കൂട്ടുകാരനെ നോക്കി വിലപിക്കുന്നതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏതെങ്കിലും കൂട്ടുകാരൻ നമുക്കുണ്ട് എങ്കിൽ അവരോട് എന്നേക്കുമായി ഗുഡ് ബൈ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവര് നമ്മളെ ബാറുകളിലേക്കും സിനിമാ തിയേറ്ററുകളിലേക്കും മറ്റുള്ള എല്ലാ തരത്തിലുള്ള ഹറാമുകളിലേക്കും ക്ഷണിക്കുമ്പോൾ അവരോട് ഒരു ചിന്തക്ക് സമയം കൊടുക്കാതെ നോ എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഞാൻ പരിഗണിക്കുക, എന്റെ പടച്ച റബ്ബിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ പരിഗണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനില്ല നിന്റെ നീചവൃത്തികൾക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നല്ല ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികൾ, അവർക്കെല്ലാം അവരുടെ പാപങ്ങൾ പുറത്തു നൽകുകയും അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.